ഹായ്, ഇറ്റ്സ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ലൈറ്റ് ഔട്ട് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊരു വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി അല്ലേ? ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് കൊയിലാണ്ടി സ്പെഷ്യാലിറ്റീസ്, കൊയിലാണ്ടിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കൊയിലാണ്ടി കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന പട്ടണവും ഒരു മുനിസിപ്പാലിറ്റിയും ഒരു താലൂക്കുമാണ് കൊയിലാണ്ടി എന്നത്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ താലൂക്കാണ് കൊയിലാണ്ടി. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിൽ തീരപ്രദേശത്തിനടുത്തായിട്ട് NH-66 ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്, ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടി. കൊയിലാണ്ടിയുടെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇതിനെ ഇംഗ്ലീഷുകാർ കീലാൻഡ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. കൊയിലാണ്ടിയെ കീലാൻഡ്. അതോടൊപ്പം കേരളീയ ഗാന്ധിയൻ എന്നറിയപ്പെടുന്ന കേളപ്പൻ ജനിച്ചത്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പൻ ജനിച്ചത് കൊയിലാണ്ടിക്കടുത്താണ്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. പണ്ട് കാലത്ത് തന്നെ ചരിത്ര പ്രാധാന്യമുള്ളൊരു തുറമുഖമായിരുന്നു കൊയിലാണ്ടി എന്നത്. പണ്ട് കാലത്ത് പോർച്ചുഗീസുകാർ ഇതിനെ പാണ്ടറാണി എന്നായിരുന്നു വിളിച്ചിരുന്നത്. മറ്റുള്ളവർ ഇതിനെ പന്തലായിനി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ചരിത്രത്തിൽ പന്തലായിനി നമുക്ക് തെരഞ്ഞാലായിട്ട് കാണുവാൻ സാധിക്കും. പണ്ട് കാലത്തുള്ള വ്യവസായ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് തുറമുഖ വ്യാപാരത്തിലെല്ലാം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചൊരു തുറമുഖമായിരുന്നു പന്തലായിനി എന്നത്. അത് കൊയിലാണ്ടിയാണ്. പ്രധാനമായും ഈ കുരുമുളക് കയറ്റുമതിയൊക്കെ പേര് കേട്ട ഒരു തുറമുഖമായിരുന്നു പന്തലായിനി. അതായത് മുസിരീസ്, അതായത് കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ പിന്നെ പന്തലായിനി ആയിരുന്നു, അതായത് കൊയിലാണ്ടി ആയിരുന്നു. ആദ്യകാലങ്ങളിൽ ഇവിടെ ഭരിച്ചിരുന്നത് ഏഴിമല രാജ്യമായിരുന്നു. ഏഴിമല രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു കൊയിലാണ്ടി. പിന്നീട് 1400 ആയപ്പോഴേക്കും പോർച്ചുഗീസുകാർ ഇവിടേക്ക് വരുന്നു. പിന്നെ പോർച്ചുഗീസുകാരുടെ കൈകളിലാണ്. അവരാണ് ഇതിനെ പാണ്ടറാണി എന്ന് വിശേഷിപ്പിച്ചത്. പോർച്ചുഗീസുകാരുടെ കൈകളിലായതോടുകൂടി കൂടുതൽ വ്യാപാര വാണിജ്യ തുറമുഖമായിട്ടിത് മാറുകയായിരുന്നു കൊയിലാണ്ടി എന്നത് 1400-കളിൽ. പിന്നീട് സാമൂതിരിയുടെ കൈകളിലാവുന്നു, പിന്നീട് ബ്രിട്ടീഷുകാരുടെ കൈകളിലാവുന്നു. ബ്രിട്ടീഷുകാരുടെ കൈകളിലാകുമ്പോൾ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നു കൊയിലാണ്ടി എന്നത്, മലബാർ ജില്ലയുടെ ഭാഗം. അതിനുശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. തൊട്ടടുത്ത വർഷം 1957 ജനുവരി 1 കോഴിക്കോട് ജില്ല രൂപീകരിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയോട് ചേരുന്നു കൊയിലാണ്ടി എന്നത്. കോഴിക്കോട് നിന്നും ഏകദേശം 24 കിലോമീറ്ററും, വടകരയിൽ നിന്നും ഏകദേശം 24 കിലോമീറ്ററും, താമരശ്ശേരിയിൽ നിന്നും ഏകദേശം 29 കിലോമീറ്ററും, കണ്ണൂരിൽ നിന്നും 67 കിലോമീറ്ററും, തലശ്ശേരിയിൽ നിന്നും 48 കിലോമീറ്ററുമാണ് കൊയിലാണ്ടിയിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. കൊയിലാണ്ടി, പന്തലായനി, പാണ്ടറാണി എന്നിങ്ങനെ അറിയപ്പെടുന്ന കീലാൻഡ് എന്നിങ്ങനെ അറിയപ്പെടുന്ന കൊയിലാണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.